മ്യൂച്വൽ ഡിവോഴ്സിനെ പറ്റി ചില തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുറേ വർഷം വേർപിരിഞ്ഞ് താമസിച്ചാൽ മാത്രമല്ലേ ഡിവോഴ്സ് കിട്ടുള്ളൂ? വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാവുന്നതാണ്. വേർപിരിയാൻ വേണ്ടിയിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുറ്റം പറയേണ്ടി വരില്ലേ? അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയില്ലേ? ഒരിക്കലുമില്ല. ഭാര്യയും ഭർത്താവും പരസ്പര ധാരണയോടുകൂടിയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് പിരിയുന്നത് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. മറിച്ച് ജീവിതത്തിലുണ്ടായ ചില പൊരുത്തക്കേടുകൾ കാരണം മുൻപോട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കാരണമാണ് പിരിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിവോഴ്സിൻ്റെ പെറ്റീഷനിൽ കാണിക്കുക. മ്യൂച്വൽ ഡിവോഴ്സ് ഒക്കെ ഫയൽ ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡിവോഴ്സ് ആവും. മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്തതിന് ശേഷം 6 മാസത്തെ കൂളിംഗ് പീരീഡാണ്. നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സ് 6 മാസം കൊണ്ട് മാത്രമാണ് ലഭിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 6 മാസത്തെ കൂളിംഗ് പീരീഡ് ഒഴിവാക്കാനായിട്ട് കോടതിയിൽ പെറ്റീഷൻ ഇടാനും വേവിംഗ് പെറ്റീഷൻ ഇടാനും പറ്റും. പക്ഷേ അതിന് വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വേവിംഗ് പെറ്റീഷൻ അലൗ ചെയ്യുള്ളൂ. അതായത് നമ്മൾ കേസ് ഫയൽ ചെയ്ത് ഒരു 2-3 ആഴ്ച കഴിയുമ്പം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കാരണം പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞാൽ കോടതി അത് വിശ്വസനീയമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് കേസ് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് അങ്ങനെ വേവിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 1.5 വർഷത്തെ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ വേവിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുക. എന്നാൽ പോലും ചുരുങ്ങിയത് 1 മാസം 1.5 മാസമെങ്കിലും മ്യൂച്വൽ ഡിവോഴ്സിനായിട്ട് എടുക്കും വേവിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്താലും. മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിക്കാന്ന് പറഞ്ഞ ഒരു രീതിയിൽ തോറ്റു കൊടുക്കുന്ന മാതിരി ആവില്ലേ? ഞാൻ എന്തിനും മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിക്കണം? ഒരിക്കലും ഇല്ല. നിങ്ങൾ സമാധാനത്തിനും സന്തോഷത്തിനും മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അത് തീർത്തും അനുയോജ്യമായ ഒരു ഡിസിഷൻ ആയിരിക്കും. നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സുമായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ചിലവ് കുറവായിരിക്കും കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പരസ്പരം ചെളി വാരി തേക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ഒഴിവാക്കാനും പറ്റും. നമുക്ക് സമാധാനപരമായിട്ട് പിരിയാനും സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. ദിസ് ഈസ് മീ അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.